ഹായ് എവരി വൺ. അപ്പോൾ നമ്മൾ എന്നാണെന്നുണ്ടെങ്കിൽ കാവിൽ തെയ്യം കാണാൻ പോവുകയാണ്. അപ്പം ഗോപുവിൻ്റെ അച്ഛൻ കാറൊക്കെ എടുത്തു, നമ്മളെല്ലാവരും പോകുന്നുണ്ട്. ഞാനുണ്ട്, ഗോപികയുണ്ട്, ജിഷ്ണുണ്ട്, ശ്രീകാന്ത് ഉണ്ട്, ഹരിയുണ്ട്, ശിബിലിയുണ്ട്, ഗോപുവിൻ്റെ അമ്മയുണ്ട്, ഗോപുവിൻ്റെ കസിൻസ് ഉണ്ട്, ധനികയും കണ്ണനും, പിന്നെ ഗോപുവിൻ്റെ അനിയനും ഉണ്ട്, പിന്നെ അച്ഛൻ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ചടുത്തുള്ളൊരു കാവിലാണ് നമ്മൾ തെയ്യം കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഗൈസ്, അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. കമോൺ. അങ്ങനെ നമ്മൾ അവിടെ എത്തി, അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് രാത്രി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പോകുന്നത്. അവിടെ തെയ്യം തുടങ്ങുന്നത് നല്ല രാത്രിയാകുമ്പോഴാണ്. അങ്ങനെ അവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ നടക്കണം. കുറേ കാട് പോലെ ആ ഒരു ഇതിനകത്തോടെ ഇങ്ങനെ അവിടെ ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന്, ഇതാണ് കാവ്, ഇവിടെയാണ് തെയ്യം നടക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് എല്ലാവരും ഇങ്ങനെ വർത്താനം പറഞ്ഞൊക്കെ നിൽക്കുകയായിരുന്നു. ആദ്യമായിട്ട് എല്ലാവരും കണ്ടതിൻ്റെ ആ ഒരു ഇതും. അങ്ങനെ പിന്നെ തെയ്യത്തിന് ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ തെയ്യത്തിൻ്റെ അടുത്ത് പൈസ കൊടുക്കുമ്പോൾ തെയ്യം ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയും. ഇതിങ്ങനെ ചെയ്താൽ മാത്രം മതിയാ? ഇതൊക്കെ എന്താ വേണ്ടത്? ലക്ഷ്യമെന്നിരിക്കുന്നതായ അനുഭവം അല്ലേ? ലക്ഷ്യമില്ലേ? ലക്ഷ്യത്തോടുകൂടി പഠനം ചെയ്തിട്ട് പഠിക്കുന്നതായ ദൈവം ബാധി എന്നാണ് ഇച്ഛിച്ചിരിക്കുന്നതായ കാര്യങ്ങള് നിങ്ങളുടേതായിരിക്കുന്ന കാര്യത്തിൽ ഞാൻ എത്തിച്ചെന്നാ പറയാം. അതെന്തുകൊണ്ടാണ് വേണ്ടത്? വിദ്യ കൊണ്ടാണ് അല്ലെ? അപ്രകാരമുള്ളതായിരിക്കുന്ന ധനം എന്നിരിക്കുന്നതായ അനുഭവം ലക്ഷ്മി രാക്ഷം കൊണ്ടുപോകുന്നുണ്ട്. അതുവാ കരത്തിങ്കൽ ശ്രേയസിന്റെ വഴി ദൈവത്തെ പ്രകാരം കൊടുപ്പിനും ബസ്സിലും സർവൂട്ടുകാരത്തിനും പാട്ടം വരുത്താറുകൊണ്ട് രക്ഷപതിയായിട്ട് തന്നെ വാണ്ടതായിട്ട് പരമഭാഗ്യം കൊണ്ട് ദൈവം എന്താ പറയാ അലങ്കാരം പിടിച്ച് കരകയറ്റി തിരുത്തുവാ. ഇതൊക്കെ എന്താ വേണ്ടത്? ലക്ഷ്യമെന്നിരിക്കുന്നതായ ചിന്തനമാണ് അല്ലെ? ലക്ഷ്യമെന്നാണ് ഒരു യാത്ര ചെയ്യുമ്പോൾ ഇന്ന് ദിക്കിങ്കൽ എത്തണം എന്നില്ലേ ഒരു ചിന്തയല്ലേ വേണ്ടത്? ഇപ്പൊ ഒരു യാത്രയിലുള്ളൂ അല്ലെ? ആ യാത്ര ഇന്ന് ദിക്കിങ്കൽ സമാപ്തി ആവണം എന്നൊരു ചിന്ത വേണം അല്ലെ? ആയത് പ്രകാരം ലക്ഷ്യപ്രാപ്തികൾ കണ്ടുവച്ചു ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയോട് കൂടി കാണേണ്ടതാക്കുന്ന പരമഭാഗ്യം ഞാൻ എന്താ പറയാം പായിചാരം ഇപ്പം ശേഷമാണ്. അങ്ങനെ കുറേ താമസിച്ചു തെയ്യം വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബോറടിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ പോകാമെന്നൊക്കെ പറയാൻ തുടങ്ങി ചിലർ. അപ്പോഴത്തേക്ക് പിന്നെയും വിചാരിച്ചു വന്നേ ഇല്ല, എന്തായാലും കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ എന്തായാലും തെയ്യം വന്നു. അങ്ങനെ നമ്മൾ കണ്ടു നല്ല രീതിക്ക് എല്ലാം. ഒരുക്കുന്നതെല്ലാം നമ്മൾ കണ്ടായിരുന്നു. അത് പക്ഷേ ഇപ്പോൾ കാണുന്നില്ല ഫോണിൽ, അതുകൊണ്ടാണ് അത് ഇടാത്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബൈ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.